ഹലോ, ഗുഡ് മോർണിംഗ്. ഷഫാക്ക കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് വന്ന ശേഷം ഹോട്ടൽ ഫുഡ് തീർത്ത് ഒഴിവാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉച്ചത്തേക്കുള്ള ഭക്ഷണം നമ്മളാക്കി കൊടുത്ത് വിടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തന്ത്രപ്പാടിലാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചത്തേക്കുള്ള ലഞ്ചൊക്കെ ആക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആക്കുന്നത് ദോശയും ചിക്കൻ കറിയാണ് കേട്ടോ. ചോറ് വയ്ക്കാനുള്ള അരി അടുപ്പത്തിട്ടിട്ടാണ് ബാക്കി കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ പിന്നെ അതെല്ലാം ആയി വരുമ്പോഴത്തേക്കും ചോറും ആകുമല്ലോ. അങ്ങനെ അതിനിടയിൽ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, കൈയോടെ തന്നെ കഴുകിയെടുക്കുന്നുണ്ട്. അതും തീർത്ത് കിച്ചണൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ രാവിലെ എന്തോന്നറിയില്ല, നല്ല കാറ്റ്. ഡിസംബർ മാസമായിട്ടാണ് തോന്നുന്നു, നല്ല കാറ്റാണ്. അതുകൊണ്ട് എവിടെ നിന്നൊക്കെയാണ് മുറ്റത്തൊന്ന് ഇല പാറി ഒന്ന് വൃത്തികേടാവുന്നതെന്ന് അറിയുന്നില്ല. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒതുക്കി വെച്ച് ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ, ഈ നേരം വെളുത്ത് വരുന്ന ഒരു സമയത്ത് മുറ്റത്ത് ഇന്നിങ്ങനെ അടിച്ചു വരാനൊക്കെ എന്തോ ഒരു ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ടെറസിലേക്ക് കയറിയിട്ടുണ്ട്. കുറച്ച് തുണി അലക്കാനുണ്ട്. ഷഫാക്ക കുളിച്ച് വരുമ്പോഴത്തേക്കും തുണി അലക്കാൻ വിചാരിച്ച് കയറിയത്. അങ്ങനെ അലക്കലെല്ലാം കഴിഞ്ഞ് താഴെ പോയി ഷഫാക്ക ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്തു. ഷഫാക്ക അത് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ മോൾ ഇങ്ങനെ എൻ്റെ പിന്നാലെ നടന്ന് വീഡിയോ എടുക്കുന്നതെന്ന്. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കിട്ടാൻ കാത്തിരിക്കുകയാണല്ലോ. കണ്ടൻറ്റ് കിട്ടിയാലേ നമുക്ക് ഇടാൻ പറ്റും. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഉച്ചത്തേക്കുള്ള ലഞ്ചും ആക്കി കൊടുത്ത് ഇങ്ങനെ യാത്രയാക്കി പറഞ്ഞു വിടുന്ന ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് അല്ലേ.